ഹായ്, വെൽക്കം ടു എഡക്സി ലേണിംഗ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നൊരു കേസ് JRF എന്താണെന്നാണ്. എന്താണ് JRF? എന്തുകൊണ്ട് നമ്മൾ JRF ക്വാളിഫൈ ചെയ്യണം? അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. UGC നെറ്റ് എന്താണ്, നെറ്റിൻ്റെ സിലബസ് ഡിസ്കഷൻ, അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നെറ്റിന് എങ്ങനെ, അല്ലെങ്കിൽ നെറ്റ് എക്സാമിന്, അതായത് JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജീസ് എന്താണ്, നോട്ട് മേക്കിംഗ് എന്താണ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഈ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളത് മസ്റ്റായിട്ട് കാണാം. എഡക്സി ലേണിംഗിൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈസി ആയിട്ട് നമുക്ക് സ്ട്രാറ്റജിക്കലി എങ്ങനെ നമുക്ക് നെറ്റ് ക്വാളിഫൈ അല്ലെങ്കിൽ JRF എങ്ങനെ ക്വാളിഫൈ ചെയ്യാം. നമ്മുടെ M40 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ M40 ബാച്ചിലേക്ക് എങ്ങനെ നമുക്ക് M40 ടാർഗറ്റ് വെച്ച് 40 ക്വസ്റ്റ്യൻസ് പേപ്പർ വണ്ണിൽ എങ്ങനെ ടാർഗറ്റ് ചെയ്ത് JRF ക്വാളിഫൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും എന്താണ് JRF അല്ലെങ്കിൽ JRF എങ്ങനെ ക്വാളിഫൈ ചെയ്യണമെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കുകയാണെങ്കിൽ JRF എന്ന് പറഞ്ഞാൽ എന്ത് സംഭവമാണ്, ആർക്കാണ് കിട്ടുന്നതെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് UGC NDA നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എക്സാം എഴുതണമെങ്കിൽ, ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, എക്സാം അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു PG മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, PGക്ക് എൻറോൾ ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് JRF കൊടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, സയൻസിൽ കൊടുക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കൊടുക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ടെക്നോളജി തുടങ്ങിയ എല്ലാ സബ്ജക്ട് ഏരിയകളിലും എന്ത് ചെയ്യുന്നുണ്ട് JRF. ഈ പറഞ്ഞ സബ്ജക്ട് ഏരിയകളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവാർഡ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഹയർ എഡ്യൂക്കേഷൻ ഹൈറ്റ്സ് നമുക്ക് ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു വേദിയാണ് എന്ത് ചെയ്യുന്നത്, JRF എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തർക്കും എന്തുമാത്രം നമുക്ക് റിസർച്ച് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത്, JRF ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല, നമുക്ക് അതിൻ്റെ JRFിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയാം, ഫൈനാൻഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. സ്റ്റുഡൻസിന് നല്ലൊരു എമൗണ്ട് സ്റ്റൈപ്പൻഡ് ആയിട്ട് JRFിന്റെ ഫെലോഷിപ്പ് എമൗണ്ട് ആയിട്ട് ഓരോ മാസവും സ്റ്റുഡൻസിന് കിട്ടും. അത് എത്രയാണ് എമൗണ്ട്, എങ്ങനെയാണ് അതിന്റെ സ്പ്ലിറ്റപ്പ്, എങ്ങനെയാണ് അതിന്റെ ആഡ് ഓൺസ് വരുന്ന എമൗണ്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ അലവൻസുകൾ അഡീഷണൽ അതിൻ്റെ അകത്ത് കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ നിർബന്ധമായിട്ടും കാണുക. ഓക്കെ. അതുപോലെ തന്നെ JRF നമുക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആർക്കാണ് JRF കിട്ടിയത്, നെറ്റ് എക്സാം എഴുതി കഴിയുമ്പോൾ ആർക്കാണ് JRF കിട്ടുന്നത്, ടോപ്പ് 1% നമുക്ക് എന്ത് കിട്ടുന്നത്, JRF ക്വാളിഫൈ. നമുക്കറിയാം ടോട്ടലി 6% ആണ് ഞാൻ നെറ്റിന്റെ അല്ലെങ്കിൽ നെറ്റ് എക്സാമിന്റെ ക്വാളിഫൈങ് ആയിട്ട് ക്രൈറ്റീരിയ ആയിട്ട് വെച്ചേക്കുന്നത്. 6% ആൾക്കാർക്കാണ് ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിൽ തന്നെ 1%, ഏറ്റവും ടോപ്പ് 1% ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുള്ളൂ, JRF എന്ന് പറയുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ JRFിന്റെ റിക്വയർമെന്റ്, JRF ക്വാളിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ടോപ്പ് 1%. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഓരോ സബ്ജക്റ്റിലും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 1% ആൾക്കാർക്കാണ് എന്ത് വരുന്നത്, JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതാകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ വളരെ ചെറിയൊരു സംസ്ഥാനം നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി ഒരുപാട് പേര്, നമ്മുടെ ടീം മെമ്പേഴ്സിൽ ഒരുപാട് പേരുണ്ട് JRF ക്വാളിഫൈ ചെയ്ത്. കാരണം ആ പാഷനോട് കൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, കുട്ടികളെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, JRF എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. അതൊക്കെയാണ് എഡക്സി ലേണിംഗ് പ്രധാനമായിട്ടും നെറ്റ് ബാച്ചിൽ M40 ബാച്ചിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടും. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, M40 എന്നാണ് പേപ്പർ വണ്ണിൽ 40 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യണം. ആണ് നമ്മുടെ ബേസിക് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൂടി, ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് കൂടി റിസർച്ച് ചെയ്യാം എന്നൊരു ഓപ്ഷൻ JRF ക്വാളിഫൈ ചെയ്യുന്ന വേണ്ടി നമുക്ക് കിട്ടും. അത് തന്നെയാണ് എഡക്സി ലേണിംഗിന്റെ ലക്ഷ്യം. ഓക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കേസുണ്ട്. M40 കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു 70 തൊട്ട് 80%, 300-ൽ 70 തൊട്ട് 80% വരെ മാർക്കുകൾ നമുക്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, JRFിലേക്ക് നമ്മൾ എത്തും. കാരണം അത്രയും വലിയൊരു മാർക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ അവിടെ പറ്റണം. അതാണ് JRF ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കായിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരുന്നത്. കാരണം ടോട്ടല് നമുക്കറിയാം പേപ്പർ 1ന് 100 മാർക്കും പേപ്പർ 2ൽ 200 മാർക്കും കൂടെ ടോട്ടൽ 300 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഒരു 70ക്കും 80ക്കും മാർക്കിനിടയിൽ നമുക്ക് മാർക്ക് വരുമ്പോഴാണ് നമുക്ക് JRF എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്ത് മാക്സിമം സ്കോർ പേപ്പർ 1ൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യുക. കാരണം പേപ്പർ 2 നമ്മളെല്ലാവരും PGക്ക് പർട്ടിക്കുലർലി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. അതിന്റെ പ്രാക്ടീസും നല്ല സ്ട്രാറ്റജീസും കൂടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. JRFിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷത്തേക്ക് നമുക്കിപ്പോൾ JRF അവാർഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് JRFിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഫെലോഷിപ്പിന്റെ എമൗണ്ട് എത്ര എന്നാണ്. ഓക്കെ.
ഫെലോഷിപ്പിൻ്റെ എമൗണ്ട് എത്രയെന്നാണ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജനുവരി 1 തൊട്ടുള്ള എമൗണ്ടിൻ്റെ കേസാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ജനുവരി 1 തൊട്ടുള്ള കേസ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ JRF എന്ന് പറയുന്നത് 2 വർഷത്തേക്ക്, ആദ്യത്തെ 2 വർഷം നമ്മളൊരു PhD പ്രോഗ്രാമിന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ JRF ക്വാളിഫൈ ചെയ്ത് നമ്മളൊരു PhD പ്രോഗ്രാം IIM-ലോ IITസിലോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒക്കെ നമ്മൾ PhDക്ക് എൻറോൾ ചെയ്ത് ആദ്യത്തെ 2 വർഷത്തേക്കാണ് നമുക്ക് JRF എന്ന് പറയുന്ന എമൗണ്ട് മാസം 37,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന മന്ത്ലി സ്റ്റൈപ്പൻഡ്. വളരെ വലിയൊരു എമൗണ്ട് ആണ്. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് വലിയൊരു ജോലിക്ക് പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് പെർ മന്ത് കിട്ടാത്തൊരു സാലറിയുടെ ഒരു എമൗണ്ട് നമുക്ക് JRFല് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം ഫൈനാൻഷ്യലി നമ്മളെ സെക്യൂർഡ് ആക്കും, JRF എന്തുമാത്രം ഫൈനാൻഷ്യലി നമ്മളെ സെക്യൂർഡ് ആക്കും എന്നുള്ള കേസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് JRF എല്ലാവരും ലക്ഷ്യമിടുന്നത്. കാരണം JRF കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് പഠിക്കാനും റിസർച്ച് ചെയ്യാനൊപ്പം നല്ലൊരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും കൂടെ JRFന്റെ ഓപ്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് തരുന്നുണ്ട്. ആദ്യത്തെ 2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ചിന്റെ പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് SRF സീനിയർ റിസർച്ച് ഫെലോഷിപ്പിലോട്ട് അത് കൺവേർട്ട് ആയി കിട്ടും. സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് നമ്മുടെ റിസർച്ച് PhD കംപ്ലീറ്റ് ചെയ്ത് 5-6 ഇയേഴ്സ് വരെ നമുക്കത് കിട്ടും. അതിന്റെ മാസം 42,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പെർ മന്തിൽ കിട്ടുന്ന എമൗണ്ട് 42,000 രൂപ. ഇത് ഓരോ മാസവും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കേസ്. JRF ക്വാളിഫൈ ചെയ്ത് നമ്മൾ PhDക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ മാസം 37,000 രൂപ എന്ന് പറയുന്ന ഒരു സ്റ്റൈപ്പൻഡ് എമൗണ്ട് നമുക്ക് കിട്ടും. 37,000 രൂപ. SRF ആയി കഴിഞ്ഞാൽ 42,000 രൂപ എന്നൊരു വലിയൊരു എമൗണ്ടിലേക്ക് നമുക്ക് ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ ഓരോ മാസവും 42,000 രൂപ എന്ന് പറയുന്ന വളരെ വലിയൊരു എമൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കും നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ വെൽബീങ്, ഇതൊക്കെ നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. നല്ലൊരു കരിയർ ഗ്രോത്തും കരിയർ ഓപ്ഷൻസും ഒക്കെ നമുക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് JRF നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയിം 40 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ JRFന് ഈ സ്റ്റൈപ്പൻഡ് മാത്രമല്ല ഉള്ളത്. JRFന് ഇത് കൂടുതലായിട്ട് അലവൻസുകളുണ്ട്, അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അലവൻസുകൾ ഇതൊക്കെ എല്ലാവരും ഒന്നും പറഞ്ഞു തരുന്ന കാര്യമൊന്നുമല്ല, കൂടുതലായിട്ടും എല്ലാവരും അങ്ങനെ അറിയുന്ന ഒരു കാര്യമല്ല. സ്റ്റുഡൻസ് കൂടുതലായിട്ട് ഇത് അറിയണം. കാരണം നമ്മുടെ ലക്ഷ്യം, നമ്മളിപ്പോ എയിം 40 എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ JRF തന്നെയാണ്. നമ്മൾ PhD ക്വാളിഫിക്കേഷൻ നെറ്റ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് എന്താണ്, JRF. നമ്മുടെ എയിം 40 ബാച്ചിന്റെ ലക്ഷ്യം തന്നെ JRF. നമ്മുടെ സ്റ്റുഡൻസിലൊക്കെ JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സിൽ അലവൻസുകൾ എന്തൊക്കെയാണ്, നമ്മുടെ സ്റ്റൈപ്പൻഡ് ഒരു വലിയൊരു ഫാക്ടറാണ്. അതിന് പുറമെയുള്ള അലവൻസുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് നോക്കുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് സിറ്റി കാറ്റഗറൈസേഷൻ ആണ്. ടയർ 1 സിറ്റികളിലാണെങ്കിൽ 27%, ടയർ 2-ലാണെങ്കിൽ 18%, അതുപോലെ തന്നെ ടയർ 3-ലാണെങ്കിൽ 9%. ഇങ്ങനെ 3 ടയർസ് ആയിട്ട് സിറ്റി ക്ലാസിഫിക്കേഷൻ ആണ്. മെട്രോപൊളിറ്റൻ സിറ്റീസ് അല്ലാതുള്ള സിറ്റീസ് അങ്ങനെയുള്ള ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസിലാണ് ടയർ 1, ടയർ 2, ടയർ 3 വരുന്നത്. അപ്പൊ ആ കേസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. അപ്പോൾ ഓരോ ടയറിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ PhD ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് നഗരത്തിലാണോ അതിനനുസരിച്ച് നമ്മുടെ അവിടുത്തെ ഹോസ്റ്റൽ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പുറത്ത് നിൽക്കുകയാണെങ്കിലാണ് HRA ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അലവൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയിട്ട് ഓരോ ടൈപ്പ് ഓഫ് സിറ്റി, ഓരോ ടയർ ഓഫ് സിറ്റീസിലും ഉള്ള പെർസെൻറ്റേജ് അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 27 ആണ് ടയർ 1-ല്, ടയർ 2-ലാണെങ്കിൽ 18%, ടയർ 3-ലാണെങ്കിൽ 9% ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം, അവർക്ക് വായിക്കാൻ പറ്റത്തില്ല അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാസം 2,000 രൂപ അഡീഷണലി ഒരാളെ ഇരുത്താൻ വേണ്ടി ഒരാൾക്ക് മാസം 2,000 രൂപ വരെ കൊടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി 2,000 രൂപ പെർ മന്ത് എസ്കോട്ട് അല്ലെങ്കിൽ റീഡർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് JRFന്റെ കൂടെ അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ്, നമ്മളിപ്പോൾ IIM-ലാണ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ PhD ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്യുന്നത്, അവിടെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ, ആ ക്യാമ്പസിനകത്തുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഇപ്പം IIMസിലൊക്കെ നോക്കണം, IIMസിനകത്തൊരു ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ടാവും, അവിടെ ഒരു ഡോക്ടറും ഉണ്ടാവും. അതുപോലെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ക്യാമ്പസിനകത്ത് ഒരു ക്ലിനിക്ക് പോലൊരു സംഭവം ഉണ്ട്. അതിനകത്തുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടിജൻസി ഗ്രാൻസ് ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ, നോട്ട്ബുക്സ് പർച്ചേസ് ചെയ്യാൻ, ടാബ്ലറ്റ്സ് പർച്ചേസ് ചെയ്യാൻ,
അതുപോലെ തന്നെ റിസർച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ബുക്സ് ഒക്കെ, ചില ബുക്സിന്റെ ഒക്കെ പ്രിന്റഡ് നമുക്ക് കിട്ടത്തില്ല, ഈ ബുക്കായിട്ട് കിട്ടത്തുള്ളൂ. അതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള കണ്ടിജൻസി ഗ്രാന്റുകൾ, പ്രത്യേകിച്ച് ലാപ്ടോപ്പ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടിജൻസി ഗ്രാന്റുകൾ നമുക്ക് എന്ത് ചെയ്യും, JRF വഴി, JRF ക്വാളിഫൈ ചെയ്ത് JRFോട് കൂടി നമ്മൾ PhD ചെയ്യാൻ വേണ്ടി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് ആ സംഭവം കിട്ടും. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. JRFന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അലവൻസിന് കൂടാതെ JRFന്റെ അലവൻസുകളാണ് നമ്മൾ പറഞ്ഞത്. JRFന്റെ എമൗണ്ട് കൂടാതെ അഡീഷണലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് PhDക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലീവിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. നമുക്ക് ഒരു വർഷം പബ്ലിക് ഹോളിഡേസ് അല്ലാതെ 30 ദിവസം എന്ന് പറഞ്ഞൊരു ലീവ് നമുക്ക് കിട്ടും. സാധാരണ പബ്ലിക് സർവീസിന് പോലും 24 ദിവസമാണ് പബ്ലിക് ഹോളിഡേ, അല്ലാതെ 12 അല്ലെങ്കിൽ 24 ദിവസം മാക്സിമം ലീവ് ഒക്കെ കിട്ടുന്നത്. പ്രൈവറ്റ് ഫാംസിലൊക്കെ 24 ദിവസം അല്ലെ 12 ദിവസം ക്യാഷിൽ, 12 ദിവസം മെഡിക്കൽ ലീവ്, അങ്ങനെയൊക്കെ കിട്ടുന്നത്. ഇവിടെ 30 ദിവസം പബ്ലിക് ഹോളിഡേ കൂട്ടാതെ ഒരു വർഷം 30 ദിവസം, അതായത് ഒരു മാസം ഏകദേശം പബ്ലിക് ഹോളിഡേ കൂട്ടാതെ നമുക്ക് എന്ത് കിട്ടും, JRFന്റെ കീഴിൽ ലീവായിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് ഉണ്ട് 180 ദിവസം. 180 ദിവസം ഫുൾ എമൗണ്ട് ഫെലോഷിപ്പ് ആയിട്ട് കിട്ടും. 180 ദിവസം, ഏകദേശം 6 മാസത്തോളം, 6 months നമുക്ക് എന്ത് കിട്ടും, മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്കൊക്കെ കിട്ടും. അത് മനസ്സിലാക്കുക. JRFന്റെ ഇടയിൽ, JRF ക്വാളിഫൈ ചെയ്ത് PhD ചെയ്യുന്നതിന്റെ ഇടയിലാണ് മെറ്റേണിറ്റി ലീവ് വരുന്നതെങ്കിൽ 180 ദിവസം ഫെലോഷിപ്പ് എമൗണ്ടോട് കൂടിയുള്ള ലീവ് നമുക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇന്റർമീഡിയറ്റ് ബ്രേക്ക് എന്ന് പറയുന്നത്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണം. അതായത് നമുക്കിപ്പം സ്വാഭാവികമായിട്ട് വിമൺ കാൻഡിഡേറ്റ്സിന് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, വാലിഡ് റീസൺസ് ആണെങ്കിൽ 2 വർഷം വരെ അവർക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും. ഫെലോഷിപ്പിന്റെ ടെന്യൂർ അഫക്ട് ചെയ്യാതെ തന്നെ 2 വർഷം വരെ വിമൻസിന്, സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് എടുക്കാൻ പറ്റും. കാരണം പല കാര്യങ്ങളുണ്ട്, മെറ്റേണിറ്റി പോലുള്ള ബ്രേക്കുകൾ കാണും, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ വേറെ പല വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ 2 വർഷം വരെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കാനും സാധിക്കും. ഇതൊക്കെ JRF നമ്മൾ ക്വാളിഫൈ ചെയ്ത് PhDക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ യൂണിവേഴ്സിറ്റിയിലോ റിസർച്ച് സെന്ററിലോ എൻറോൾ ചെയ്താലുള്ള നമുക്ക് അഡീഷണലി ഉള്ള ലീവിന്റെ കേസാണ് പറയാം. നമുക്കറിയാലോ, ഒരു വർഷം പബ്ലിക് ഹോളിഡേ കൂട്ടാതെ 30 ലീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്ത് കിട്ടുന്ന ഒരു സംഭവമല്ല. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, JRF ക്വാളിഫൈ ചെയ്ത് നമ്മൾ PhD കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ JRF കിട്ടി നമ്മൾ PhD കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ റോൾസിൽ നമുക്ക് ജോബ്സ് കിട്ടും, അല്ലെങ്കിൽ ജോബ്സ് ആയിട്ട് നമുക്ക് എവിടെയൊക്കെ പ്ലേസ്ഡ് ആകാൻ പറ്റും, നമ്മുടെ കരിയർ എവിടെ എത്തി നിൽക്കും, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ റോളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കോളേജസിലൊക്കെ നിർബന്ധമായിട്ടും നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നൊരു നിയമം ഉണ്ടെങ്കിലും കൂടുതലായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും കൂടുതലായിട്ട് എല്ലാവരും താല്പര്യപ്പെടുന്നത് എന്താണ്, JRFോടുകൂടി PhD ചെയ്ത ആൾക്കാരെ. ആ PhD ചെയ്ത ആൾക്കാരെയാണ് ഇനി കൂടുതലായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനങ്ങൾ വരുന്നതും. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പോസിബിലിറ്റി കൂടുതൽ. ഓക്കെ, യൂണിവേഴ്സിറ്റികളിലായിക്കോട്ടെ, കോളേജസിലായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിക്കോട്ടെ, അവിടെയൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് JRF ഉള്ള ആൾക്കാർ, JRFോട് PhD ചെയ്ത ആൾക്കാരെയാണ് അവർ ക്ലിയർ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പം JRFനോട് എക്സ്ട്രാ ബെഞ്ച് മാർക്ക് ഉണ്ട് നമുക്കവിടെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് JRFോട് PhD ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടായിരിക്കും കയറുന്നത്. നമുക്ക് അസോസിയേറ്റ് ആകാനും അതുപോലെ തന്നെ പ്രൊഫസർ നിലയിലോട്ട് പ്രൊമോഷനായി എത്താനും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. കാരണം നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് PhD. ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാരെ പോലെ അല്ല, അവരെല്ലാവരും ജോലിക്ക്, ഇപ്പൊ നമ്മളിപ്പോ കുറെ കോളേജസിലൊക്കെ നോക്കുകയാണെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും അവർ PhD വന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ JRF ക്വാളിഫൈ ചെയ്ത് നമ്മൾ PhD കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ആകും. അവിടുന്ന് തന്നെ നമ്മുടെ പ്രൊമോഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ കരിയർ പ്രോഗ്രഷൻ, അല്ലെങ്കിൽ കരിയർ മുമ്പോട്ട് പോകുന്നത് കുറച്ചും കൂടെ പ്രൊമോഷൻസിനൊക്കെ സാധ്യത കൂടുതൽ JRF ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ PhD കംപ്ലീറ്റ് ചെയ്യുന്നു, PhD കംപ്ലീറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നു. അവിടെ നമുക്ക് മുമ്പോട്ട് അസോസിയേറ്റ് പ്രൊഫസർ ആകാനുള്ള ചാൻസസ് കുറച്ചും കൂടെ എളുപ്പമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം സാലറി ഗ്രോത്ത് നമ്മൾ എല്ലാവരും നോക്കുന്ന ഒരു കേസാണ്. സ്റ്റാർട്ടിംഗ് സാലറി 75,000 ആണ്. അത് 1,50,000 വരെ സ്റ്റാർട്ടിംഗ് സാലറി പെർ മന്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത്. അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ റിസർച്ചിലുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ റിസർച്ച് പബ്ലിക്കേഷൻസ്, അതിന്റെ റേറ്റിംഗ്സ് തുടങ്ങിയ ഒരുപാട് ഫാക്ടേഴ്സിനെ റേറ്റ് ചെയ്തിരിക്കും. എന്നാൽ പോലും നമുക്ക് സ്റ്റാർട്ടിങ് മിനിമം ഒരു 75,000 എന്ന് പറഞ്ഞൊരു പെർ മന്ത് നല്ലൊരു എമൗണ്ട് സാലറിയിലായിരിക്കും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ PhD ക്വാളിഫൈ ചെയ്ത് JRF ക്വാളിഫൈ ചെയ്ത് PhD കംപ്ലീറ്റ് ചെയ്ത ഒരാൾ 75,000 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. JRF ക്വാളിഫൈ ചെയ്താൽ ഏറ്റവും ഉപകാരമുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് കേസാണ്. എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ ഇന്റർവ്യൂസിന്, ഇപ്പോൾ കോളേജസിലായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റികളിലായിക്കോട്ടെ, അവിടുത്തെ അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ,
എക്സ്ട്രാ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് നമുക്ക് എന്തായിരിക്കും ഈ സംഭവത്തിൽ ക്ലിയർ ആയിട്ട് JRF ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ കരിയറിന്റെ കേസ് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കേസുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുക, റിസർച്ച് ചെയ്യാൻ അല്ലാണ്ട് ഒരുപാട് ഓപ്ഷൻസ് JRF ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കേസാണ് ISRO. ISROയിൽ ഓപ്ഷൻസ് വരും DRDO, ഡിഫൻസിൽ ഓപ്ഷൻസ് വരും CSIR, ഭാരത് അറ്റോമിക് റിസർച്ച്. ഇവിടെയൊക്കെ ഓപ്ഷൻസ് വരും, മനസ്സിലായി? ഇവിടെയൊക്കെ വേക്കൻസീസ് വരും. മാത്രമല്ല ഇവരൊക്കെ JRF ഉള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യണം. കാരണം അവർ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായി? ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നാണ് JRFന്റെ ഫുൾ ഫോം, അല്ലെ? അപ്പൊ ഇവരൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണ്, ഈ ISRO, DRDO, CSIR, BARC, അതുപോലെ നവരത്ന കമ്പനീസ്, ഇവരൊക്കെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? JRFകാരെ ഹയർ ചെയ്യുന്നുണ്ട്. അവർക്ക് JRFകാരെ വേണം. കാരണം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 1% ആണ് അവരല്ലേ, ടോപ്പ് 1% ആണ്, അല്ലെ? അപ്പൊ ഈ ടോപ്പ് 1%നെ ഹയർ ചെയ്യാൻ വേണ്ടി നവരത്ന കമ്പനീസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ISRO, DRDO, CSIR, അതുപോലെ BARC, ഇവരൊക്കെ ഹയറിങ്ങിന് വേണ്ടി ഇവർ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെക്ചർഷിപ്പ് അല്ലെങ്കിൽ ടീച്ചിങ് അല്ലാണ്ട് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ റിസർച്ച് അസോസിയേറ്റ് ജോബ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് യൂണിവേഴ്സിറ്റി ലെവലിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അക്കാഡമിക്കലി നോൺ അക്കാഡമിക്കലി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? റിസർച്ച് അസോസിയേറ്റ്, അതുപോലെ സയന്റിസ്റ്റ്, പ്രൊജക്ട് മാനേജർ. കാരണം നമ്മൾ PhD ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഏറ്റവും പയണിയർ ആയ ഒരു യുണീക്ക് ആയ സ്റ്റഡിയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ PhD തീസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. JRF ഹോൾഡർ PhD തീസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് അക്കാഡമിക്കലി അല്ലാതെ പുറത്ത് സയന്റിസ്റ്റ് ആയിട്ട് അവർക്ക് ജോബ് വേക്കൻസീസ് ഉണ്ട്, പ്രൊജക്ട് മാനേജേഴ്സ് ആയിട്ട് ജോബ് വേക്കൻസീസ് ഉണ്ട്, റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് ജോബ് വേക്കൻസീസ് ഉണ്ട്. ഓരോ ഫീൽഡ് ഓഫ് ഏരിയയ്ക്ക് അനുസരിച്ചും ബിസിനസ് ബോർഡ്സിലൊക്കെ അവർക്ക്, അതായത് ബോർഡ് ലീഡർഷിപ്പിലൊക്കെ അവർക്ക് വേക്കൻസീസ് വരും. ടോപ്പ് C-suitesലടക്കം അവർക്ക് വേക്കൻസീസ് വരും. കാരണം അവർ ക്ലിയർ ആയിട്ട് പഠിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അവരതിനകത്ത് പയണിയേഴ്സ് ആയതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? PhD കംപ്ലീറ്റ് ചെയ്യുന്നത് വിത്ത് JRF. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവർക്ക് ക്ലിയർ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. PhD കംപ്ലീറ്റ്, നമ്മൾ ആദ്യം JRF ക്വാളിഫൈ ചെയ്യുന്നു, PhD കംപ്ലീറ്റ് ചെയ്യുന്നു. PhD കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ അതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് നമ്മുടെ PhD റിസർച്ചിന്റെ കണ്ടിന്യൂവേഷൻ റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ വാതിൽ തുറന്നു കിടക്കുവാണ്. അപ്പൊ നമുക്ക് ലോകത്തെ പ്രധാനപ്പെട്ട പയനിയർ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റിസർച്ച് ചെയ്യാം. നമ്മുടെ PhDയുടെ കണ്ടിന്യൂവേഷൻ റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് JRF ക്വാളിഫൈ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ തുറന്ന് വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്ന ബാക്കി 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയുകയാണ്. ഇന്റർനാഷണൽ കൊളാബറേഷൻസ്. നമ്മൾ ചില പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സിൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഫോറിൻ ഫോംസുമായിട്ട്, ഫോറിൻ ഡെലിഗേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് തുറന്നു വരും. കാരണം JRF ക്വാളിഫൈ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പറയും ഇന്ത്യയിലെ ടോപ്പ് 1% ആണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിരിക്കും PhD ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള അക്കാഡമിക്കിൽ ഉള്ള സപ്പോർട്ടുകളെല്ലാം JRF, എഡക്സി ലേണിംഗിന് JRF ക്വാളിഫൈ ആണെങ്കിൽ IIM നിങ്ങൾ എത്തിക്കാം, IITയിൽ എത്തിക്കാനുള്ള എല്ലാ മെഷീനറി ഇവിടെ തയ്യാറാണ്. നിങ്ങൾ AIM40യിൽ ജോയിൻ ചെയ്ത് നമ്മൾ JRF ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് JRF ക്വാളിഫൈ ചെയ്യാം. JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഏതാണ് അതിനെ നോക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരെ നമ്മളെ സജസ്റ്റ് ചെയ്ത് തരും. കാരണം നമ്മുടെ സ്റ്റുഡൻസ്, എഡക്സി ലേണിംഗിലെ സ്റ്റുഡൻസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ PhD ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് എഡക്സി ലേണിംഗ് മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് വഴി ഏറ്റവും നല്ല സ്റ്റുഡൻസിനെ നമുക്ക് ഏറ്റവും നല്ല റിസർച്ച് പ്രൊജക്ട്സിൽ, റിസർച്ച് ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, എത്താൻ പറ്റും. അതിനുള്ള പോസിബിലിറ്റി JRF തരുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ സ്കോളർഷിപ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? JRFന്റെ ഓപ്ഷൻസ് വഴി മുമ്പോട്ട് വരുന്നുണ്ട്. റിസർച്ച് ഫെലോഷിപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിസർച്ച് കൊളാബറേഷൻസ് ആയിക്കോട്ടെ, റിസർച്ച് ഗ്രാൻസ് ആയിക്കോട്ടെ, അങ്ങനെ കാരണം നമ്മുടെ ലോകം വളരെ വലുതായിക്കൊണ്ടിരിക്കും. നമ്മൾ PhD ചെയ്യുമ്പോൾ, റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ, നമ്മൾ കാണുന്ന ആൾക്കാർ, സംസാരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ വലുതായിക്കൊണ്ടിരിക്കും. നമ്മുടെ കോൺടാക്റ്റിങ്, നെറ്റ്വർക്കിംഗ്, അക്കാഡമിക് പബ്ലിക്കേഷൻസ്, ഇതൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ വലിയ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾ JRFന്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് നമ്മുടെ AIM40യുടെ ബെനിഫിറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം AIM40ലേക്ക് JRFിലേക്ക് എത്താനുള്ള ദൂരമാണ് AIM40 എന്ന് പറയുന്നത്. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എഡക്സി ലേണിംഗിന്റെ കമ്മ്യൂണിറ്റി ചാനലിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫ്രീ മെറ്റീരിയൽസ്, സ്റ്റഡി മെക്കാനിസം, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ പറയുന്ന വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. നിങ്ങൾ എല്ലാം കാണുക, മറക്കരുത്. ഓക്കെ, കീപ് ലേണിംഗ്, ബി വിത്ത് എഡക്സി ലേണിംഗ്.